എറണാകുളത്തേക്ക് പോയാൽ അവിടെ കോൺവെന്റ് റോഡിലെ കോളേജ് പോസ്റ്റ് ഓഫീസ് അടച്ചുപൂട്ടിയതോടെ പ്രതിസന്ധിയിലായിരിക്കുകയാണ് നാട്ടുകാർ. ദിവസേന പോസ്റ്റ് ഓഫീസിനെ ആശ്രയിക്കുന്ന ബാങ്കിംഗ് സ്ഥാപനങ്ങളും ബുക്ക് സ്റ്റോളുകളും ഇപ്പോൾ ഹെഡ് പോസ്റ്റ് ഓഫീസിനെ ആശ്രയിക്കേണ്ട അവസ്ഥയിലാണ്. ദൈനംദിനം നിരവധി ഇടപാടുകൾ നടക്കുന്ന കോളേജ് പോസ്റ്റ് ഓഫീസ് ബ്രാഞ്ച് തിരികെ കൊണ്ടുവരണമെന്ന ആവശ്യമാണ് നാട്ടുകാർക്കുള്ളത്. റാംഷ CP തയ്യാറാക്കിയ റിപ്പോർട്ടുകളാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് എറണാകുളം കോൺവെന്റ് റോഡിൽ കോളേജ് പോസ്റ്റ് ഓഫീസ് പ്രവർത്തിച്ചിരുന്ന കെട്ടിടത്തിന്റെ മുന്നിലാണ്. ഇവിടെ നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നത് ക്ലോസ്ഡ് എന്നെഴുതിയ ഒരു ബോർഡും 25/4/2026 മുതൽ ഇവിടെ പോസ്റ്റ് ഓഫീസിന്റെ പ്രവർത്തനങ്ങൾ അവസാനിപ്പിച്ചു എന്ന് പറഞ്ഞ് ഉള്ള ഒരു പൊതുജനങ്ങൾക്കുള്ള ഒരു അറിയിപ്പിന്റെ നോട്ടീസുമാണ്. ഏതായാലും 25-ാം തീയതി മുതൽ ഇവിടെ പ്രവർത്തിച്ചിരുന്ന പോസ്റ്റ് ഓഫീസ് ബ്രാഞ്ച് ഹെഡ് ഓഫീസുമായി മെർജ് ചെയ്യുന്ന സാഹചര്യമുണ്ടായി. സർക്കാരിന്റെ നയപരമായ ഒരു തീരുമാനത്തിന്റെ ഭാഗമായാണ് ഈ തീരുമാനമെടുത്തത് എന്നതാണ് അധികൃതരുമായി അന്വേഷിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതായത് രണ്ട് പോസ്റ്റ് ഓഫീസുകൾ തമ്മിൽ നഗരപരിധിയിൽ 2 കിലോമീറ്ററിൽ അധികം ദൂരപരിധി വേണം എന്നതാണ് സർക്കാർ നിഷ്കർഷിക്കുന്നത്. എന്നാൽ ഹെഡ് പോസ്റ്റ് ഓഫീസും ഈ കോളേജ് പോസ്റ്റ് ഓഫീസും തമ്മിൽ 2 കിലോമീറ്റർ ദൂരപരിധി ഇല്ല എന്ന കാരണത്താലാണ് ഇത് അടച്ചുപൂട്ടാൻ തീരുമാനിച്ചത്. പക്ഷേ പൊതുജനങ്ങൾ വലിയ ബുദ്ധിമുട്ടാണ് ഇതിന്റെ ഭാഗമായി അനുഭവിക്കുന്നത് എന്നതാണ്. കാരണം സെന്റ് തെരേസാസ് കോളേജ്, അതുപോലെ തന്നെ നിരവധി ബാങ്കിംഗ് സ്ഥാപനങ്ങൾ, മറ്റ് ധനകാര്യ സ്ഥാപനങ്ങൾ, അതുപോലെ ബുക്ക് ഹൗസുകൾ ഉൾപ്പെടെ ആശ്രയിച്ചിരുന്ന ഒരു പോസ്റ്റ് ഓഫീസാണ്. ശരി, എന്തായാലും അത് പ്രതിസന്ധിയായി എന്നാണ് നാട്ടുകാർ പറയുന്നത്. റാംഷ തയ്യാറാക്കിയ റിപ്പോർട്ടാണ് നമ്മൾ കണ്ടത്.